എൻ്റെ കുട്ടി അമേരിക്കയിൽ പോകണം, ജോലി വേണമെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് നിങ്ങളെ തട്ടിവിടും, അത്ര തന്നെ ഉണ്ട്. കുട്ടികളൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി വളരും, അവർ സുഖമായിട്ടിരിക്കും. പക്ഷേ നിങ്ങൾ വലിയൊരു കോട്ടയ്ക്കകത്ത് ആരും നോക്കാനില്ലാതെ ചത്ത് കിടന്ന് 3-ാം ദിവസം 4-ാം ദിവസം പുഴുവരിക്കുമ്പോൾ അതുകാരും വന്നെടുത്ത് മാറ്റേണ്ടി വരും. സേവനം എന്ന് പറയുന്ന വാക്കിനെ അമ്മ എങ്ങനെയാണ് നിർവചിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഓരോ സേവനകർമ്മവും അതിൻ്റേതായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് കൊണ്ടുവരും. പക്ഷെ ഫലത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഡിപ്രഷനാന്ന് പറഞ്ഞിട്ട് വരുന്നതോട് ഞാൻ പറയും, ഞങ്ങൾക്ക് നല്ലൊരു മഹാവിദ്യ ഞാൻ പറഞ്ഞുതരാം. എന്നെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിപ്രഷനൊക്കെ വരുന്നത്. മറ്റൊരാളെ സഹായിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് സഹായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മറക്കും. അപ്പോൾ ഈ ഡിപ്രഷനൊക്കെ പോകും. ഒരു വിശ്വാസം കുട്ടികൾക്ക് പിടിക്കാൻ നിൽക്കണ്ടേ എവിടെയെങ്കിലും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല, അച്ഛൻ ഡ്രങ്കായിട്ട് വരണോ അല്ലെങ്കിൽ അമ്മ ക്ലബ്ബിൽ പോയിട്ട് വരണോ, കുട്ടികളെ ആയമാരുടെ അടുത്ത് നിൽക്കണോ, ഇങ്ങനെ കുട്ടികളെ മുഴുവനും വിഷമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലുതായിട്ട് നന്നാവുമെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? ഇപ്പോൾ ഈ നവധീര നിറവിൽ നിൽക്കുമ്പോഴും എപ്പോഴും ഈ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഗുഡൻസും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. കുട്ടി മനസ്സ് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക. നോക്കൂ, എൻ്റെ കയ്യിനൊന്നും ചുളിവൊന്നുമില്ലേ, കണ്ടോ? 90 വയസ്സ്, ഭയങ്കര യങ്ങാണ്. 90 വയസ്സായിട്ടും. സ്വയം നിർമ്മാണത്തിന് യോഗയുടെ ഒരു കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു 10 പേര് യോഗ പഠിച്ചു വെച്ചാലും ആരെങ്കിലും 2 പേരെങ്കിലും അതിൽ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കും, ഇല്ലേ? പിന്നെ യോഗ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്വഭാവത്തിനൊരു മാറ്റം വരും. ഇപ്പോഴത്തെ കാലത്ത് ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഡോക്ടർമാർക്ക് ആദ്യം സജസ്റ്റ് ചെയ്യും. അത് പറഞ്ഞപ്പോഴാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡിപ്രഷനാന്ന് പറഞ്ഞിട്ട് വരുന്നതോട് ഞാൻ പറയും, ഞങ്ങൾക്ക് നല്ലൊരു മഹാവിദ്യ ഞാൻ പറഞ്ഞുതരാം ഡിപ്രഷൻ മാറ്റാൻ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ആര് വന്നാലും ചോദിക്കുക അവരോട്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അതായിരിക്കട്ടെ നിങ്ങളുടെ മഹാമന്ത്രം. അപ്പം നിങ്ങളെ തന്നെ മറന്നാൽ പറ്റും. അപ്പം നിങ്ങൾക്ക് ഒരു ഡിപ്രഷനും ഉണ്ടാവില്ല. എന്നെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡിപ്രഷനൊക്കെ വരുന്നത്. ഏത് സമയത്ത് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ട് നിൽക്കുക. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ചിലപ്പോൾ പണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നല്ല 2 വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് സ്നേഹം പ്രകടിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ അമ്മ സ്നേഹപ്രകടനത്തിൽ കൂടിയാണ് ലക്ഷോപലക്ഷം ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഡിപ്രഷൻ ആർക്കെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ പറയാം, ഒരു 10 ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലൂ. ക്യാൻ ഐ ഹെൽപ്പ് യു? ആരാ അടുത്ത് വരണമെന്ന് വെച്ചാൽ, ഇപ്പോൾ മോളെന്നോട് വിളിച്ച് പറയുകയാണ്, എനിക്കൊരു ഇൻ്റർവ്യൂ, എന്നെക്കൂടെ തോയ്യ, എനിക്ക് പറയാം, നിർബന്ധമില്ല എനിക്ക് തരണമെന്നത്, അല്ലേ? പക്ഷെ അതല്ല, പോസിറ്റീവായിട്ടേ റിയാക്ട് ചെയ്യുള്ളൂ എന്നത് ജീവിതത്തിൻ്റെ ഒരു വ്രതമാക്കി വയ്ക്കുക. അപ്പം പിന്നെ ഒരു ഡിപ്രഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, ഉറപ്പാണ്. പക്ഷേ ഏത് സമയവും യു വോണ്ട് ടു ഹെൽപ്പ് അനദർ, യു ആർ ഫൊർഗെറ്റിംഗ് യുവർ സെൽഫ് ആൻഡ് യു വോണ്ട് ടു ഹെൽപ്പ് അനദർ. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി നമുക്ക് വളർത്തിയത്. ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കൂ എന്ന് പറയുക. ആദ്യം വെള്ളം കൊടുക്കുക, ഒരു ചായ കൊണ്ടിട്ടേ, ഇന്ന് ഭക്ഷണം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, എന്തെങ്കിലും കഴിച്ചോ, എന്താ നിങ്ങൾ ഇത്ര പുതിയ വേഷമൊന്നും ഇല്ലേ കയ്യിൽ, എന്തെങ്കിലും ഒരു നല്ലൊരു അങ്ങനെ മറ്റൊരാളെ സഹായിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് സഹായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മറക്കും. അപ്പോൾ ഈ ഡിപ്രഷനൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ പറയും, ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു മഹാമന്ത്രം നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. ഒരു ഡിപ്രഷനും വരില്ല. എനിക്കൊരിക്കലും ഡിപ്രഷനൊന്നും ഉണ്ടായിട്ടില്ല. ഈ സേവനം എന്ന് പറയുന്ന വാക്കിനെ അമ്മ എങ്ങനെയാണ് നിർവചിക്കുന്നത്? സേവനം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ ഇതിൽ 2 ഇതാണുള്ളത്. ഒന്ന് ഈശ്വരഭാവത്തിൽ നരസേവ മറ്റേ കാണുന്ന മാതിരിയുള്ളത്, ഈശ്വരനായിട്ട് കണ്ടത്. രണ്ടാമത്തത് ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായച്ച. നമുക്ക് സേവനം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നമ്മളെ തന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ എന്നുള്ളതിൽ നിന്ന് എന്നെ വികസിപ്പിച്ചെടുക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഏത് കാര്യവും അത് ജഗത്തിൻ്റെ ഗുണത്തിനായിട്ട് മാറും. ഈ ഞാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജഗത്തിനെ ചെറുതാക്കുന്നത്. നമ്മൾ ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ള ഭാവത്തിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം സേവനമായിട്ട് മാറും. അതാണ് സേവനത്തിൻ്റെ 2 ഭാഗങ്ങൾ. ഒന്ന് നമുക്ക് ഈശ്വരീയ, അത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. എല്ലാവരെയും കാണുമ്പോഴത്തേക്കും അത് ഈശ്വരനാണെന്ന് അതൊക്കെ നമ്മൾ മറന്നുപോകും ചിലപ്പോൾ, അല്ലേ? ഈശ്വരനാണെന്ന് സങ്കല്പിക്കാൻ. പക്ഷേ
ഈ ഒരു സങ്കല്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏത് നല്ല കർമ്മം എന്നെയാണ് വലുതാക്കുന്നത്. അപ്പോൾ അത് ജഗത്തിന് തന്നെ ഗുണമായിട്ട് ഭവിക്കും. അങ്ങനെയുള്ളൊരു സങ്കല്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ സേവന കർമ്മവും അതിൻ്റേതായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്ക് കൊണ്ടുവരും. പക്ഷെ ഫലത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർമ്മണ്യേവാധികാരസ്യ എന്നല്ലേ ഭഗവാൻ പറഞ്ഞേക്കണത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭംഗിയായി ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ജനസേവ, ജനാർദ്ദന സേവ, നരസേവ, നാരായണ സേവ, സെർവ് മാൻ സെർവ് ഗോഡ്. വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകൾ സെർവ് മാൻ സെർവ് ഗോഡ്. അങ്ങനെയുള്ളൊരു ഭാഗത്തിലേക്ക് വാസ്തവത്തിൽ അതാണ് സത്യം. എന്താ വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ദൈവീകമല്ലാതെ യാതൊന്നുമില്ല. ഈശാവാസ്യമിതം സർവം അല്ലേ. ഏതൊരു അണുവിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ സേവ ചെയ്യുന്നു അതെല്ലാം ഈശ്വര സേവയാണ് എന്ന് സങ്കല്പിക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല മനസ്സിൽ. പക്ഷേ അതെല്ലാവർക്കും എപ്പോഴും സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഞാൻ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് ഏതായാലും അവിടെ എൻ്റെ വരുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സിന് ഒരു വികാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നിശ്ചയിച്ചു. ശരി പോരെ. ഇന്നത്തെ തലമുറയ്ക്ക് വിവേകാനന്ദ സ്വാമികളുടെ ഒരു ആശയം പറഞ്ഞു കൊടുക്കാൻ അമ്മയോട് പറയുകയാണെങ്കിൽ ആദ്യം അമ്മ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായി തോന്നിയിട്ടുള്ള ഒരു ആശയം ഏതായിരിക്കും? നിങ്ങളുടെ വിവേകാനന്ദ സ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു കൊട്ടേഷൻ ഉണ്ട്. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ദി ഗോൾ ഇൻ ലൈഫ് ഇസ് ടു മാനിഫെസ്റ്റ് ദറ്റ് ഡിവിനിറ്റി ബൈ കൺട്രോളിങ് നേച്ചർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ഡു ഇറ്റ് ബൈ വർക്ക് ഓർ വർഷിപ്പ്, സൈക്കിക് കൺട്രോൾ ഓർ ഫിലോസഫി, വൺ ഓർ മോർ ആൻഡ് ബി ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി കുറച്ച് എന്താ പറയണ്ടേ സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരൊറ്റ കൊട്ടേഷൻ കൊണ്ട് അവൻ്റെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ആ ദൈവീകമായിട്ടൊരു ശക്തി. അതിനെ ഉണർത്തൂ. നിനക്ക് ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോളൂ. പക്ഷേ ആ ഡോക്ടർ ആവുന്നതിൽ കൂടി ചെയ്യേണ്ടത് ഈ ദൈവീക ശക്തിയെ ഉണർത്തിയെടുക്കലാണ്. അപ്പോൾ അതോടെ കൂടി യു വിൽ ബിക്കം എ ഗുഡ് ഡോക്ടർ ആൻഡ് യു വിൽ സെർവ് ദി ഹ്യൂമാനിറ്റി. അങ്ങനെ നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിനക്ക് ഈ ഒരു സങ്കല്പം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നീ വേറെ എവിടേക്കും പോകണ്ട, നീ അമ്പലത്തിൽ പോവുക ഒന്നും വേണ്ട. ഈ ഒരൊറ്റ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ. എൻ്റെ ഉള്ളിലൊരു ദൈവിക ശക്തിയുണ്ട്, അതിനെ ആവിഷ്കരിക്കലായിരിക്കണം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാധിക്കേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ഞാൻ എപ്പോഴും പറയും ആത്മവിശ്വാസവും ദൈവവിശ്വാസം അത് രണ്ടും ഇന്നത്തെ കുട്ടികൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൊടുക്കാനുള്ള സ്ഥലം വീടാണ്. കുടുംബത്തിൽ നിന്ന് ഇത് രണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തേക്ക് വന്നാൽ നമുക്ക് അതിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും ബാല്യകാലത്ത് കുട്ടികളിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ വിഷമമാണ് അവരെ മാറ്റിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഹിന്ദു കുടുംബങ്ങൾ നന്നാവണം, അതിനെ പറ്റിയിട്ട് രണ്ട് അഭിപ്രായമില്ല. നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ദൈവിക ശക്തിയെ വീണ്ടും ആവാഹിച്ചു കൊണ്ടുവരണം. അത് ത്യാഗത്തിൽ കൂടിയും സേവനത്തിൽ കൂടിയും വേണം. അമ്മമാരും അച്ഛന്മാരെ എൻ്റെ കുട്ടി അമേരിക്കയിൽ പോകണം, ജോലി വേണമെന്ന് വെച്ചാൽ വയസ്സുകാലത്ത് നിങ്ങളെ തട്ടിവിടും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയി വളരും, അവർ സുഖമായിട്ടിരിക്കും. പക്ഷേ നിങ്ങൾ വലിയൊരു കോട്ടയ്ക്കകത്ത് ആരും നോക്കാനില്ലാതെ ചത്ത് കിടന്ന് 3-ാം ദിവസം 4-ാം ദിവസം പുഴു ഇരിക്കുമ്പോൾ അതുകാർ വന്നെടുത്ത് മാറ്റേണ്ടി വരും. തീർച്ചയായിട്ടും അല്ലേ? കുട്ടികളിൽ ആ വാല്യൂ കൂടി എത്തിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾ കൂടുതലായി പറയുന്ന ഒരു കാര്യം, ഇപ്പം അമ്മ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്, ശാസ്ത്രത്തിൽ PhD വരെ എടുത്തിട്ടുള്ള ഒരാളാണ്. ശാസ്ത്രവും ആത്മീയതയും രണ്ടായി കാണുന്ന തലമുറയുണ്ട് ഇന്ന്. പക്ഷെ അത് രണ്ടാണോ? ഇത് രണ്ടും പറയുന്ന രണ്ടല്ല. അതാണ് വിവേകാനന്ദ സ്വാമിയുടെ ആദ്യത്തെ ഹിന്ദുയിസം എന്നുള്ള ലെക്ചറിൽ അദ്ദേഹം പറയുന്നത്, ട്രൂ സയൻസ് ഇസ് എ സെർച്ച് ഫോർ വൺനെസ്. ഏകാത്മഭാവത്തെ കണ്ടെത്തലാണ് ശരിയായ ശാസ്ത്രം. അതൊക്കെ നമുക്ക് വലിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടേ എന്താ പറയണ്ടേ, വീട്ടമ്മമാരും വീട്ടിൽ നിന്ന് തുടങ്ങണം ഇതൊക്കെ. ആ ദൈവവിശ്വാസം എന്നൊന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഋഷിക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അന്നത്തെ ഋഷി ഇന്നത്തെ ഋഷിയല്ല, കഷ്ടമാണ്. എഴുത്തുകളൊക്കെയാണെന്നുള്ള ഫോണ് ഒന്നിൻ്റെ സാധ്യതയില്ല. പോയി കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പോകുള്ളൂ. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞവർക്കുണ്ട്, അവൾക്ക് ആത്മവിശ്വാസം ദൈവവിശ്വാസം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എവിടേക്കും അവളെ അയക്കാൻ വിഷമമില്ല എന്ന്. അത് രണ്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല.
കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോയി ആത്മവിശ്വാസം കൊടുക്കുന്നതിന് ദൈവവിശ്വാസം കൂടി കൂട്ടിക്കൊടുക്കണം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം. പിന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, ദൈവം ചെയ്വാത്ര പഞ്ചമം. നിങ്ങളെല്ലാം ശരിയാക്കി വെച്ചോളൂ, ആ അനുഗ്രഹമില്ലാതെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ബോധം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. ദൈവവിശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഫ്രണ്ടിനെ തരികയാണ്. പണ്ട് ഒരു കാട്ടിക്കൂടെ പോകുന്ന ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ കേട്ടിട്ടില്ല, ഇങ്ങനെ ആരുമില്ല പറയുമ്പോൾ എൻ്റെ മോനെ നിൻ്റെ ചേട്ടൻ ഗോപാലൻ അവിടെ താമസിക്കേണ്ടതാണ്. അപ്പോൾ ഈ കുട്ടി കാട്ടിക്കിടുമ്പോൾ ഗോപാലൻ വരും, എൻ്റെ കൂടെ കളിക്കും, ഇവനെ കൊണ്ടുവന്നാക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാഷ്ട പിറന്നാൾ വരികയാണ്. പിറന്നാൾ വരുമ്പോൾ എല്ലാവരും വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ പോകണം. ഇവന് ആരുമില്ല. അവൻ നമ്മോട് പറയും, അമ്മേ നാളെ മാഷ്ട പിറന്നാളാണ്, എന്തെങ്കിലും സമ്മാനം കൊടുക്കണേ ചോദിച്ചപ്പോൾ അതിനെന്താവും ചേട്ടനോട് ചോദിച്ചോളൂ, ചേട്ടൻ തരും എന്തെങ്കിലും എന്ന് പറയും. അവൻ വിശ്വസിച്ചു. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ചേട്ടാ ഗോപാൽ ഇന്നെൻ്റെ മാഷ്ട പിറന്നാളെ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല പറയുമ്പോൾ അത് ഞാൻ തരാനുണ്ട്. ഇത്രയും വാട്ടർ കുടത്തിൽ ഇത്തിരി തൈര് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് മാഷന്മാർക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കണു, പൂച്ചെണ്ട് കൊടുക്കണു, അത് കൊടുക്കണു തീർന്നു. അവസാനം ഗോപാലിൻ്റെ കയ്യിൽ പുച്ഛത്തോടെ ഇത്രയും വാട്ടർ കുടം കൊടുക്കുകയാണ്. അതാ മോരൊഴിച്ച് കുട്ടിക്ക് പാത്രം കൊടുക്കുകയാണ്. ഒഴിച്ചിട്ടും തരുന്നില്ല തൈര്. അപ്പോൾ മാഷ് ചോദിച്ചു, മോനെ ഇത് നിനക്ക് ആരാ തന്നേ? എൻ്റെ ചേട്ടൻ ഗോപാലൻ. നിനക്ക് ചേട്ടനുള്ളതായിട്ട് എനിക്ക് അറിയില്ലല്ലോ. കാട്ടിലുണ്ട് ചേട്ടൻ, കാണിച്ചു തരാമോ എനിക്ക്? മാഷും കുട്ടികളൊക്കെ കൂടി അവിടെ പോയി. അവൻ കുറേ വിളിച്ചു, വന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നെ കാണാനുള്ള മനഃശുദ്ധി നിൻ്റെ മാഷക്കില്ല മോനെ, എനിക്ക് വരാൻ പറ്റില്ല പറയും. അയ്യോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നില്ലേ അവരെ ചേട്ടാ, ഒന്നും. അപ്പോൾ എന്തോ ഒരു പീലി തിരുമുടി കാണിച്ചു കൊടുക്കുക, എന്തോ ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ഒരു കഥ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഒരു വിശ്വാസം കുട്ടികൾക്ക് പിടിക്കാൻ നിൽക്കണ്ടേ എവിടെയെങ്കിലും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല, അച്ഛൻ ഡ്രങ്കായിട്ട് വരണു, അല്ലെങ്കിൽ അമ്മ ക്ലബ്ബിൽ പോയിട്ട് വരണു, കുട്ടികളെ ആയമാരുടെ അടുത്ത് നിൽക്കണു. ഇങ്ങനെ കുട്ടികളെ മുഴുവനും വിഷമിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ വലുതായിട്ട് നന്നാവുമെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? നമ്മൾ കൊടുക്കേണ്ട സമയത്ത് അവർക്ക് കൊടുത്തിട്ടില്ല. ബാല്യകാലത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണ്ടേ? ഇപ്പോൾ പോളിയോ വാക്സിനേഷൻ കുട്ടിക്കാലത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, ജീവിതം മുഴുവൻ അത് നിൽക്കുന്നുണ്ട്. അതേമാതിരി ഈ സ്പിരിച്വൽ അവയർനെസ് കുട്ടിക്കാലത്ത് നമ്മൾ കൊടുത്താൽ ജീവിതം മുഴുവൻ അത് നിൽക്കും. ഞങ്ങൾക്ക് അത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വഴി തെറ്റാതെ ജീവിക്കാൻ പറ്റി. നല്ല കാര്യം വന്നപ്പോൾ നല്ലത് ചെയ്യാൻ പറ്റി. ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഈ നവതീര നിറവിൽ നിൽക്കുമ്പോഴും എപ്പോഴും ഈ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇന്നും സന്തോഷവതിയായി ഇനിയും ഇരിക്കട്ടെ എന്നുള്ളതാണ് ആ ഒരു ഗുഡൻസും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇന്ന് രാവിലെ എൻ്റെ സഹോദരൻ സുധാകരൻ എൻ്റെ ബ്ലഡ് ഷുഗർ ഒക്കെ അവൻ്റെ എന്തോ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് തൊട്ടു, എല്ലാം നോർമലാണ്, ഒന്നും ഇതില്ല. കുട്ടി മനസ്സ് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയില്ലേ, എപ്പോഴും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ അതൊരു നാമജപമായിട്ട് മനസ്സിലിരിക്കും. അപ്പോൾ ആരോഗ്യമൊക്കെ നോക്കും. എൻ്റെ കയ്യിനൊന്നും ചുളിവൊന്നുമില്ലേ, കണ്ടോ? 90 വയസ്സ്, 90 വയസ്സായിട്ടും. അപ്പോൾ മനസ്സെപ്പോഴും ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു കൈ ഭഗവാന്റെ കാക്കിൽ വന്നിട്ട് മറ്റേ കൈ കൊണ്ട് ജോലി ചെയ്തോളൂ, ഇതുകൂടി കഴിഞ്ഞാൽ അതും അവിടെ നിൽക്കട്ടെ. പ്രവൃത്തി ചെയ്യുമ്പോൾ മുഴുവൻ ഒരു കൈ എപ്പോഴും അവിടെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആത്മവിശ്വാസം ദൈവവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഞാനൊരു മരുന്ന് കഴിക്കുക, ആസ്പത്രി കിടക്കുക, ഹാർട്ട് മാറ്റി വയ്ക്കുക, ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഒക്കെ കൂടി ഈ മെഷീനാകുന്ന ശരീരത്തിന് ഉപയോഗം കൊണ്ട് ചിലപ്പോൾ അസ്വസ്ഥതകൾ വല്ലതുണ്ടാകുമെന്നല്ലാതെ എനിക്ക് മൗലികമായിട്ടുള്ള യാതൊരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. ഇനിയും ഇങ്ങനെ ആരോഗ്യവതിയായി സന്തോഷവതിയായി ഇരിക്കട്ടെ ഒരുപാട് കാലം. ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും ഇത്തരം ആശയങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചതിലും. നമസ്തേ.